മാർക്കറ്റിൽ സ്പെക്കുലേറ്റേഴ്സിന്റെ ഇടയിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്പെക്കുലേറ്റേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങളാണ് വെള്ളിയും ക്രൂഡ് ഓയിലുമാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത്. ഏറ്റവും വലിയ ഫ്ലക്ച്വേഷൻ വരുന്നത് വെള്ളിയിലാണ്. സ്വർണവും വെള്ളിയും തമ്മിലുള്ള വിലയിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രൈസ് ഡിഫറൻസ് ഈ അടുത്ത കാലത്തായിട്ട് ആ ഗ്യാപ്പ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. ഡോളറിന്റെ സ്ട്രെങ്ത്, അമേരിക്കയുടെ സാമ്പത്തിക ശേഷി, ഇതെല്ലാം തന്നെ സ്വർണ്ണ വിലയെ കാര്യമായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ നമ്മൾ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ സ്വർണത്തിന്റെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇപ്പോഴുള്ളത്. നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായും ഇതൊരു വിൽപ്പനയ്ക്കുള്ള സമയമാണ്. മലയാളികൾക്ക് സ്വർണം ആഭരണം എന്നതിലുപരി സമ്പാദ്യം കൂടിയാണ്. അതിനാൽ സ്വർണവിലയിൽ ഉണ്ടാകുന്ന നേരിയ വ്യത്യാസങ്ങൾ പോലും ജനങ്ങളെ ബാധിക്കാറുണ്ട്. ആഗോള വിപണിക്ക് പിന്നാലെ ആഭ്യന്തര വിപണിയിലും സ്വർണം എക്കാലത്തെയും ഉയർന്ന നിലയിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് ഈ സ്വർണവിലയിലെ കയറ്റയിറക്കത്തിന് കാരണം? ഇനി സ്വർണത്തിന്റെ വില കൂടുമോ കുറയുമോ? ഈ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ആൻഡ് ഫിനാൻഷ്യൽ പ്ലാനർ രതീഷ് കണ്ണങ്കര CFB ഉണ്ട്. ശ്രീ രതീഷ് കണ്ണങ്കര, റെക്കോർഡ് ഉയരത്തിലെത്തിയതിനു ശേഷം സ്വർണവിലയിൽ വീണ്ടും ഒരു ഇടിവ് ദൃശ്യമാകുകയാണല്ലോ. പെട്ടെന്നുള്ള ഈ ഉയർച്ചയുടെയും അതുപോലെ പെട്ടെന്നുള്ള ഈ താഴ്ചയുടെയും കാരണം എന്താണ്? സ്വർണം ആഗോളതലത്തിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു ഉൽപ്പന്നമാണ്. അത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഘടകങ്ങളുമുണ്ട്, ദേശീയ തലത്തിലുള്ള കാര്യങ്ങളുമുണ്ട്. നമ്മുടെ അന്താരാഷ്ട്ര ഘടകങ്ങളിൽ ഒട്ടേറെ ഘടകങ്ങൾ സ്വർണത്തിന്റെ പെട്ടെന്നുണ്ടായിട്ടുള്ള മൂവ്മെന്റ്സിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളും അല്ലെങ്കിൽ ദേശീയമായിട്ടുള്ള വിഷയങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പെട്ടെന്നുണ്ടായിരുന്ന ഫ്ലക്ച്വേഷൻ പ്രധാനമായിട്ടും സ്വർണം ഇന്ന് ട്രേഡ് ചെയ്യുന്നത് സാധാരണക്കാരായ ജ്വല്ലറിക്കാർ മാത്രമല്ല, പ്രത്യേകിച്ച് സ്പെക്കുലേറ്റേഴ്സ് ധാരാളമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്പെക്കുലേറ്റേഴ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിലും ധാരാളമായിട്ടുള്ള ട്രേഡുകൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ സ്വർണത്തിന്റെ പെട്ടെന്നുണ്ടാകുന്ന മൂവ്മെന്റ്സിന്, സ്വർണത്തിന് ഏറ്റവും ഹയസ്റ്റ് ലെവല്, ലോകത്തിലെ ഏറ്റവും ഹിസ്റ്റോറിക്കൽ ലെവൽ, ഹയർ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ ആണ്. എന്ത് പ്രതിഭാസമാണ് ഈ നിലവിൽ സ്വർണവിലയെ സ്വാധീനിക്കുന്നത്? അതല്ലെങ്കിൽ എന്തെല്ലാം ഘടകങ്ങളാണ് വിലയിലെ ഈ ചാഞ്ചാട്ടത്തെ സ്വാധീനിക്കുന്നത്? സ്വർണവിലയെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അത് ഗ്ലോബൽ ഫാക്ടേഴ്സും ഉണ്ട്, അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സും ഉണ്ട്. അപ്പൊ ഗ്ലോബൽ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് അമേരിക്കയുടെ നിരവധി തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതിൽ ഒന്ന് ട്രേഡ് വാർ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഗ്രീൻലാൻഡിലുള്ള ആധിപത്യം അല്ലെങ്കിൽ ഗ്രീൻലാൻഡിന് വേണ്ടിയുള്ള അവകാശവാദം ഉന്നയിക്കുന്നത് ഡെൻമാർക്കുമായിട്ടുള്ള അവരുടെ ബന്ധത്തെ, ലോക ബന്ധത്തെ തന്നെ ബാധിക്കുന്നുണ്ട്. അത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമായിട്ടുള്ള ഒരു മറ്റൊരു ട്രേഡ് വാറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആഗോള വിഷയം എന്ന് പറയുന്നത്. രണ്ടാമത്, നമ്മുടെ US-ന്റെ പലിശ നിരക്കുകൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത റേറ്റ് കട്ടിന് കുറയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. US-ന്റെ ജോബ് ഡേറ്റയും ആശ്വാസകരമായിട്ടുള്ള അവസ്ഥയിലല്ല ഉള്ളത്. അതോടൊപ്പം തന്നെ US-ന്റെ ട്രഷറി ബോണ്ടുകളുടെ ഡിമാൻഡ് കാര്യമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അവിടെ പലിശ നിരക്ക് കുറയുന്നതനുസരിച്ച് US ട്രഷറി എന്നുള്ള അല്ലെങ്കിൽ ബോണ്ടുകളിലുള്ള താല്പര്യം കൂടുതൽ ഗോൾഡിലേക്ക് മാറുന്നുണ്ട്. അത് കൂടാതെ ഗ്ലോബൽ കറൻസി എന്നുള്ള നിലയിൽ US ഡോളർ റിസർവ് ആയിട്ട് സൂക്ഷിക്കുന്നതിന് പകരമായിട്ട് ഓൾട്ടർനേറ്റീവ് കറൻസി ആയിട്ട് ഗോൾഡിനെ ലോകരാജ്യങ്ങളും വളരെ കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതോടൊപ്പം ഇൻവെസ്റ്റേഴ്സ്, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സും ഈ പറഞ്ഞ പോലെ ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ സിനാരിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യൻ റുപ്പി ഏറ്റവും വലിയൊരു തകർച്ചയിലേക്ക് അല്ലെങ്കിൽ ഒരു 91.5% ഓൾ ടൈം ഹൈയിലേക്ക് വീണ്ടും ഹിറ്റായിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു വർഷം എടുക്കുകയാണെങ്കിൽ ഏകദേശം 9.8% തകർച്ചയാണ് നമ്മുടെ ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് രൂപയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അത് വളരെ വലിയൊരു ഫാക്റ്റാണ്. നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഗോൾഡ് പ്രൈസ് ഇത്രയധികം കയറാനുള്ള ഏറ്റവും വലിയൊരു ഘടകം അത് തന്നെയാണ്. സ്വർണ്ണവിലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വേലിയേറ്റം എത്ര ദിവസം കൂടി തുടരുമെന്നാണ് അനുമാനം? സ്വർണ്ണവില താഴുന്നതിനുള്ള എന്തെങ്കിലും സൂചനകളുണ്ടോ? സ്വർണ്ണത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു നിക്ഷേപ ഉപകരണം മാത്രമല്ല, ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില എന്നുള്ളത് ഡെയിലി ട്രേഡ് ചെയ്യുന്നതാണ്, 24 മണിക്കൂറും ട്രേഡ് ചെയ്യപ്പെടുന്ന ഒന്നാണ്, 24 മണിക്കൂറും സ്പെക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളുമുണ്ട്, അതുപോലെ ടെക്നിക്കലായിട്ടുള്ള ട്രെൻഡുകളുണ്ട്. അപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗ്ലോബൽ ടെൻഷൻസ്, അതോടൊപ്പം തന്നെ ഡോളറിന്റെ സ്ട്രെങ്ത്, ഇങ്ങനെ നിരവധി ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾക്ക് എപ്പോഴാണോ സ്റ്റെബിലിറ്റി വരുന്നത് ആ സമയത്താണ് അതിനൊരു ഫണ്ടമെന്റൽ നോക്കുമ്പോഴത്തേക്കും അതിനൊരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ താഴേക്ക് വരാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. അതിനെഗൻസ്റ്റാണ് ലോകത്തിലെ എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ വേൾഡിൽ എവിടെയെങ്കിലും അൺസർട്ടനിറ്റി ഉണ്ടാകുമ്പോഴൊക്കെ ഗോൾഡിന്റെ വില കാര്യമായിട്ട് കുതിച്ചു വരും. അതിന് എപ്പോഴാണോ ഒരു തീരുമാനമാകുന്നത് ആ സമയത്ത് അത് കൂടുതൽ താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ചില ഘടകങ്ങൾ നമുക്കറിയാം, സീസണൽ ആയിട്ടുള്ള ട്രെൻഡുകൾ
അതും സ്വാധീനിക്കുന്നുണ്ട്. അത് ഏകദേശം ഫെബ്രുവരി മാർച്ചോടുകൂടി സാധാരണഗതിയിൽ ഹിസ്റ്റോറിക്കലി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റു ഘടകങ്ങൾ, ഇത് മാത്രമല്ല ഘടകങ്ങളുള്ളത്, മറ്റു ഘടകങ്ങൾ എത്രത്തോളം അതിനെ സ്വാധീനിക്കുന്നു എന്നതിനനുസരിച്ച് ഗോൾഡിന്റെ വിലയിൽ വരും ദിവസങ്ങളിൽ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പൊ ഗ്ലോബൽ ടെൻഷൻ എത്രത്തോളം സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് നമ്മുടെ ബഡ്ജറ്റ് വരാൻ പോകുന്നു. ഈ ബഡ്ജറ്റിലെ രൂപയെ ശക്തമാക്കാൻ വേണ്ടി എന്തൊക്കെ നടപടികൾ വരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചും ഗോൾഡ് പ്രൈസിന് അല്ലെങ്കിൽ ഗോൾഡ് രൂപ സ്ട്രെങ്തൻ ചെയ്യുന്നതനുസരിച്ച് ഗോൾഡ് പ്രൈസിൽ കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഒരു മാസത്തിനിടെ 15,000 രൂപയോളമാണ് സ്വർണ്ണവില വർദ്ധിച്ചത്. ഒരു മാരത്തൺ കുതിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ? ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ഏറ്റവും വലിയൊരു മൂവ്മെന്റ്, കുറഞ്ഞ സ്പാൻ ഓഫ് പീരീഡിൽ ഏറ്റവും വലിയൊരു മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ കാലഘട്ടമാണ് ഈ ഒരു 2024, 25, 25, 26 എന്നുള്ളൊരു കാലഘട്ടം. ഈ സമയത്ത് നമുക്ക് നിരവധി ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഘടകങ്ങൾ പ്രധാനമായിട്ടും ഗ്ലോബൽ ടെൻഷൻ തന്നെയാണ്. രണ്ടാമത് രൂപയുടെ മൂല്യശോഷണം. നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും വലിയൊരു ഡോളർ രൂപ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ സംഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഈ രണ്ട് ഫാക്ടേഴ്സും ഈ കുറഞ്ഞ കാലയളവിൽ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്റർനാഷണൽ വിലയാണ് ഏറ്റവും വലിയ മൂവ്മെന്റ്സ് ഈ അടുത്ത കാലങ്ങളിൽ. കഴിഞ്ഞ ഒരു 50 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ള ഒരു സമയമാണിത്. ഒരു വർഷത്തിനിടയിൽ തന്നെ ഏകദേശം 70-75% ഗ്ലോബൽ പ്രൈസ് കയറി. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്രൈസിലേക്ക് നോക്കുമ്പോൾ അത് 95% വളർച്ച ഇന്ത്യൻ പ്രൈസിൽ ഉണ്ടായിട്ടുള്ളത്. 2 വ്യാപാര സെഷനുകളിലായി വലിയ ഇടിവാണല്ലോ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആശ്വസിക്കാൻ വകയായിട്ടില്ല എങ്കിലും സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അഡ്വാൻസ് ബുക്കിംഗ് നടത്താൻ ഇത് നല്ല അവസരമാണോ? നമുക്ക് സ്വർണത്തെ ഇത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന തീരുമാനം എടുക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടും നിക്ഷേപം എന്നുള്ള നിലയനുസരിച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ സ്വർണത്തിന്റെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇപ്പോഴുള്ളത്. നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായും ഇതൊരു വിൽപ്പനയ്ക്കുള്ള സമയമാണ്, അത് വാങ്ങലിനുള്ള സമയമല്ല. അഡ്വാൻസ് ബുക്കിങ്ങിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഈ വരുന്ന ഒരു വർഷത്തിനിടയിൽ ഇതിനിടയിൽ കുറയാൻ സാധ്യതയുണ്ടോ, ഇനിയും ഇതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ടോ എന്നുള്ളതാണ്. JP മോർഗന്റെ കണക്കനുസരിച്ച് $5,000 ടാർഗറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഏകദേശം $4,850 ആയിട്ടുണ്ട്. അതായത് ഒരു $180 വ്യത്യാസമാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ആ ഒരു സർവേ അനുസരിച്ച്, ആ ഒരു പഠനം അനുസരിച്ച് ഗോൾഡിന്റെ ഏകദേശം ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോ ഈ സമയത്ത് നമ്മൾ ഈ കുറഞ്ഞ വിലയിൽ അല്ലെങ്കിൽ ഈ ഒരു ഹ്രസ്വകാലത്തിൽ ഈ ആഴ്ചയിൽ ഉണ്ടാകുന്ന ഒരു കുറഞ്ഞ വിലയിൽ ബുക്ക് ചെയ്യുന്നതിനേക്കാൾ നമ്മൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് 1-2 മാസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഗോൾഡ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ഒരു മാർച്ച്, ഏപ്രിൽ, മെയ്ക്ക് ശേഷം സാധിക്കുമെങ്കിൽ ആ സമയം വരെ വെയിറ്റ് ചെയ്യാനുള്ള ആവശ്യമാണ് ഉള്ളതെങ്കിൽ ആ സമയത്തേക്ക് വെയിറ്റ് ചെയ്തതിനു ശേഷം ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബുദ്ധിയെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ നിലയിൽ. ഡോളറിന്റെ വില നിലവാരം, ക്രൂഡ് ഓയിലിന്റെ വില നിലവാരം, ഇതൊക്കെ സ്വർണ്ണവിലയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട്? സ്വർണത്തിന്റെ വിലയെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറഞ്ഞാൽ ഡോളർ തന്നെയാണ്. നമുക്കറിയാം ഡോളർ ഒരു അന്താരാഷ്ട്ര കറൻസിയാണ്. ഡോളറിന്റെ സ്ട്രെങ്ത്, അമേരിക്കയുടെ സാമ്പത്തിക ശേഷി, ഇതെല്ലാം തന്നെ സ്വർണ്ണ വിലയെ കാര്യമായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഡോളർ എപ്പോഴൊക്കെയാണോ ശക്തമാകുന്നത്, അല്ലെങ്കിൽ അമേരിക്കൻ എക്കോണമി എപ്പോഴാണോ ശക്തമാകുന്നത്, അത് ആ സമയത്ത് ഗോൾഡിന്റെ വില താഴേക്ക് പോകും. അതേസമയത്ത് അമേരിക്കൻ എക്കോണമിയിൽ തകർച്ച ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഡോളർ അമേരിക്കയുടെ കണക്കിൽ വീക്കനാകുന്നു, അല്ലെങ്കിൽ അത് താഴേക്ക് പോകുന്ന ഒരു ട്രെൻഡ് വരുന്ന സമയത്ത് ഗോൾഡിന്റെ പ്രൈസ് മുകളിലേക്ക് പോകും. അതോടൊപ്പം തന്നെ ലോക രാജ്യങ്ങൾ കറൻസി ആയിട്ട് സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം ഇന്റർനാഷണൽ കറൻസി എന്നുള്ള നിലയിൽ ഈ അടുത്ത കാലം വരെയും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്, ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യപ്പെടുന്നത് ഇപ്പോഴും ഡോളർ തന്നെയാണ്. അപ്പൊ ആ ഡോളറിന്റെ തകർച്ച, ഡോളറിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് ഡോളർ എന്നുള്ള കറൻസിയെ കൈമാറ്റം ചെയ്തിട്ട് പല രാജ്യങ്ങളുടെ കൂട്ടായ്മകളും ഇപ്പോൾ ഗോൾഡിനെ ഒരു കറൻസി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ചൈന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 15 വർഷമായിട്ട് ചൈന അവരുടെ ഗോൾഡ് റിസർവ് റേഷ്യോ, സെൻട്രൽ ബാങ്കുകളാണ് ഗോൾഡ് മറ്റു കൺസ്യൂം ചെയ്യുന്ന പ്രധാനപ്പെട്ട 4 പേരിൽ ഒരു ഘടകം എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കിന്റെ ബൈങ് ആണ്. അപ്പോ ഈ ചൈന കഴിഞ്ഞ ഒരു 15 വർഷമായി ഗ്രാജുവലായിട്ട് ഗോൾഡ് റിസർവ് റേഷ്യോ വളരെയധികം കൂട്ടിയിട്ടുണ്ട്. ചെറിയ രാജ്യങ്ങൾ പോലും ഗോൾഡ് റിസർവ് റേഷ്യോ മാറ്റിയിട്ടുണ്ട്. അത് ഡോളർ റിസർവിന് പകരമായിട്ട്, അല്ലെങ്കിൽ വിദേശ വിനിമയ നാണയ ശേഖരത്തിന് പകരമായിട്ട് അവർ ഗോൾഡിനെ അക്യൂമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഡോളറിന് അഗൻസ്റ്റ് അല്ല, ഡോളറിന്റെ നയം എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡ് പ്രൈസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് ക്രൂഡ് ഓയിലിന്റെ വില. ക്രൂഡ് ഓയിലിന്റെ വിലയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ക്രൂഡ് ഓയിലിന്റെ വിലയും ഈ ഗോൾഡ് പ്രൈസും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്.
അതായത് നമുക്ക് അൺസർട്ടനിറ്റി ഉണ്ടാകുന്ന സമയത്ത് തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസും കൂടുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ക്രൂഡ് ഓയിലിന്റെ വില ഗ്രാജുവലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം $59 $60 വീണ്ടും അത് ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രണ്ട് കാര്യങ്ങളിലൊന്ന് ക്രൂഡ് ഓയിലും ഗോൾഡുമാണ്. നമ്മുടെ ഇമ്പോർട്ട് ബില്ലിനെ, നമ്മുടെ കറൻസിയുടെ വിലയെ സ്വാധീനിക്കുന്ന കാര്യവും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ക്രൂഡ് ഓയിൽ വില കൂടുന്നതും സ്വർണ്ണ വില കൂടുന്നതും ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് നല്ലതല്ല. ഈ പഴയ സ്വർണം വിൽക്കുന്നവർക്ക് ഇതാണോ സ്വർണം വിൽക്കാൻ പറ്റിയ ഏറ്റവും മികച്ച സമയം? ഇപ്പോൾ സ്വർണം വിൽക്കുന്നത് കൊണ്ട് എത്രത്തോളം ഗുണമുണ്ട്? സാമ്പത്തിക തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്നാണ് നമ്മൾ പഴയ സ്വർണം ഉണ്ട്, എനിക്ക് ആവശ്യമുണ്ട്, ഇതിപ്പോ വിൽക്കണോ അതോ ഹോൾഡ് ചെയ്യണോ എന്നുള്ളത്. തീർച്ചയായും സ്വർണത്തിന്റെ ഉയർന്ന വിലയാണിത്. അപ്പോ തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങൾ ഷോർട്ട് ടൈം ആവശ്യമാണെങ്കിലും ഹ്രസ്വകാല ആവശ്യമാണെങ്കിലും നമുക്കത് വിറ്റിട്ട് പഴയ സ്വർണം വിൽക്കുകയും നല്ല വിലയിൽ നെഗോഷിയേറ്റ് ചെയ്തതിനു ശേഷം പല ജുവലറികളിൽ നമ്മളത് സമീപിച്ചിട്ട് ഏറ്റവും കുറച്ച് മാത്രം ഡിപ്രീസിയേഷൻ എടുക്കുന്ന ജുവലറികളുമായിട്ട് സമീപിച്ച് നമ്മളത് ഹയസ്റ്റ് വിലയിൽ വിൽക്കുന്നത് നല്ലതായിരിക്കും. ഈ സ്വർണ്ണവില മാത്രമല്ല, വെള്ളിവിലയും കുതിച്ചു കയറുന്നുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെ 3 മടങ്ങായി വെള്ളിവില വർദ്ധിച്ചു. എന്താണ് വെള്ളിവില വർദ്ധിക്കുന്നതിന്റെ ഫാക്ടർ? ലോക ചരിത്രത്തിൽ സ്വർണത്തിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തുന്ന മറ്റൊരു ഏരിയയാണ് വെള്ളി എന്നുള്ളത്. വെള്ളിയെ സംബന്ധിച്ച് സ്വർണത്തിനോടൊപ്പം തന്നെ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ചലനം, അതിന്റെ സ്വർണത്തിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് വെള്ളി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആഗോളതലത്തിൽ നോക്കിക്കഴിയുമ്പോഴേക്കും സ്വർണത്തിനോടൊപ്പം തന്നെ ഇത് തമ്മിലൊരു പ്രൊപ്പോർഷൻ ഉണ്ടായിരുന്നു. ആ പ്രൊപ്പോർഷൻ വളരെയധികം മാറിയിട്ടുണ്ട് ഇന്ന് അടുത്ത കാലത്തായിട്ട്. അതായത് സ്വർണം 100 രൂപ കയറുമ്പോൾ വെള്ളി എത്ര കയറും? അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ സ്പെക്കുലേറ്റേഴ്സിന്റെ ഇടയിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള, സ്പെക്കുലേറ്റേഴ്സിന് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങളാണ് വെള്ളിയും ക്രൂഡ് ഓയിലുമാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്നത്. ഏറ്റവും അധികം ഫ്ലക്ച്വേഷൻ വരുന്നത് വെള്ളിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളി വളരെയധികം ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വെള്ളി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഓവർ പ്രൈസിലാണ് യഥാർത്ഥത്തിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. രണ്ടാമത് വെള്ളിക്ക് മറ്റൊരു ഉപയോഗം കൂടിയുണ്ട്. വെള്ളി ഇന്ന് ഇൻഡസ്ട്രിയൽ പർപ്പസിനായിട്ട് അല്ലെങ്കിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്നു. പ്രത്യേകിച്ചും സോളാർ, മൊബൈൽ പോലെയുള്ള കാര്യങ്ങളിൽ വെള്ളി വ്യാപകമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് വെള്ളിയുടെ വ്യാവസായിക ആവശ്യം തന്നെ വളരെയധികം കൂടുന്നുണ്ട്. അതുകൊണ്ട് സ്വർണവും വെള്ളിയും തമ്മിലുള്ള വിലയിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം, ഡിഫറൻസ് എന്ന് പറയുന്നത്, പ്രൈസ് ഡിഫറൻസ് ഈ അടുത്ത കാലത്തായിട്ട് ആ ഗ്യാപ്പ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ അത് വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ആ ഗ്യാപ്പ് കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് വെള്ളി ഈ സമയത്ത് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള ഒരു കാര്യമാണ്. 14-9 ക്യാരറ്റ് സ്വർണത്തിന്റെയും വില കുറഞ്ഞിട്ടുണ്ടല്ലോ. മാറ്റ് കുറഞ്ഞാലും വിലക്കുറവിൽ സ്വർണ്ണാഭരണം ധരിക്കുക എന്ന തരത്തിൽ ഇപ്പോഴും ഇത്തരം സ്വർണം വാങ്ങുന്നവരുമുണ്ട്. എന്താണ് ഈ 14-9 ക്യാരറ്റ് സ്വർണം വാങ്ങുന്നതിന്റെ രഹസ്യം? അതുകൊണ്ടുള്ള ഗുണം എന്താണ്? നമുക്കറിയാം സ്വർണത്തിന്റെ സ്റ്റാൻഡേർഡൈസേഷൻ, അതായത് സ്റ്റാൻഡേർഡൈസ്ഡ് ക്വാളിറ്റി, സ്റ്റാൻഡേർഡൈസ്ഡ് ക്വാണ്ടിറ്റി എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ സ്വർണത്തിന്റെ സ്റ്റാൻഡേർഡൈസേഷൻ എടുക്കുമ്പോൾ ഏറ്റവും പ്യൂർ ആയിട്ടുള്ള ഗോൾഡ് എന്ന് പറഞ്ഞാൽ 24 ക്യാരറ്റ് ആണ്. അഥവാ 99.9% ഗോൾഡും ചെറിയ പെർസെന്റേജ് മാത്രം ചെമ്പുമുള്ള ഒരു കാര്യമാണ് ഈ 24 ക്യാരറ്റ് അഥവാ നമുക്ക് നാണയങ്ങളായിട്ട് വാങ്ങുന്നത്. അതേസമയത്ത് ഇതിന് തൊട്ട് താഴെയുള്ളത് 916 എന്ന് പറഞ്ഞ് നമ്മൾ പരസ്യങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ 91.6% ആണ് അതിനകത്ത് ഗോൾഡിന്റെ കണ്ടന്റ് ഉള്ളത്. ബാക്കിയുള്ള 8% 8.4% എന്ന് പറയുന്നത് ചെമ്പാകണം, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ചെമ്പ് ചേർത്തിട്ടാണ് അവർ ആഭരണങ്ങൾ പണിയുന്നത്. അതോടൊപ്പം തന്നെ താഴേക്ക് വരുമ്പോഴത്തേക്ക് 18 ക്യാരറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ 75% അതിന്റെ സ്വർണത്തിന്റെ അളവ്. ഇനി അതിന് താഴെയായിട്ടാണ് നമ്മൾ 14 ക്യാരറ്റ് വരുന്നത്. 57.5% ആണ് അതിലെ സ്വർണത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ 9 ഗ്രാം വന്നിട്ടുണ്ട്. അത് 37.5% ആണ് അതിൽ സ്വർണത്തിന്റെ കണ്ടന്റ്. അപ്പൊ സ്വർണത്തിന്റെ അളവ് അതിലുണ്ട്, പക്ഷെ അതിനോടൊപ്പം തന്നെ ചെമ്പ് കൂടുതലായിട്ട് ചേർക്കണം. അപ്പൊ സ്വർണത്തിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പല മാർഗങ്ങളും ഇപ്പോൾ ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. ഇത്രയധികം വില വർദ്ധിക്കുന്ന സമയത്ത് സാധാരണക്കാരനെ സംബന്ധിച്ച് സ്വർണത്തിന് ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ നമുക്കറിയാം 1 ഗ്രാം ഗോൾഡ് എന്നുള്ള സങ്കല്പം തന്നെ നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. അപ്പോൾ അതിന്റെ ഉദ്ദേശം പറഞ്ഞാൽ 1 ഗ്രാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് ചെമ്പാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള നിലയിൽ ഈ സ്വർണത്തിന്റെ ചെറിയ ക്യാരറ്റിലുള്ള 18 ക്യാരറ്റ്, 14 ക്യാരറ്റ്, 9 ക്യാരറ്റിനൊക്കെ വരും ദിവസങ്ങളിൽ വൻ ഡിമാൻഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പവൻ ആഭരണം വാങ്ങാൻ നിലവിലെ സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് എത്ര രൂപ ചെലവ് വരും? അതിന്റെ കണക്കുകൾ എങ്ങനെയാണ്? ശരിക്കും ഒരു പവൻ ഇന്ന് വാങ്ങുമ്പോൾ ശരിക്കും നമ്മൾ ആഭരണമായിട്ട് വാങ്ങാം, ETF ആയിട്ട് വാങ്ങാം, മറ്റു പല ഓപ്ഷനുകളുണ്ട്. ഗോൾഡ്, ഡിജിറ്റൽ ഗോൾഡ് ആയിട്ട് വാങ്ങാം. അപ്പൊ നമ്മൾ ഒരു നിക്ഷേപം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ മണി വാല്യൂവിന്റെ ആംഗിളിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഒരു പവൻ വാങ്ങുമ്പോൾ അത് എത്ര രൂപ ചെലവാകുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്.
അപ്പോൾ 1 ലക്ഷം ഇന്നത്തെ നിലവിലനുസരിച്ച് ഒരു പവൻ വാങ്ങാൻ വേണ്ടി ഏകദേശം 1,31,000 രൂപയോളം നമുക്ക് ചിലവായിട്ട് വരും. ഈ 1,31,000 രൂപയില് 10% പലിശ നമ്മൾ പണിക്കൂലി എടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അതേസമയത്ത് 20% ആണെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങാൻ വേണ്ടിയിട്ട് 20,000 രൂപ പണിക്കൂലി കൊടുക്കണം. അപ്പൊ അത് വലിയൊരു ഘടകമാണ്. പിന്നെ രണ്ടാമത് വരുന്നത് വാറ്റാണ്. പിന്നെ വേറൊന്ന് വരുന്നത് GST ആണ്. വാറ്റ് ഇപ്പം ബാധകമല്ല, GST ആണ് വരുന്നത്. GST 3% ആണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 20% പണിക്കൂലി 3% GST കൂടെ കണക്ക് കൂട്ടിയാൽ ഏകദേശം ഒരു പവൻ വാങ്ങുമ്പം ഏകദേശം 25,000 മുതൽ 30,000 രൂപ വരെ ചിലവാകുന്നുണ്ട്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി കണക്കാക്കിയാൽ പോലും എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് പണിക്കൂലിയാണോ എന്നുള്ളതാണ്. പണിക്കൂലിയല്ല. സ്വർണ്ണ വ്യാപാര രംഗത്ത് നടക്കുന്നത് പണിക്കൂലിയല്ല. സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇന്ന് നിലവിൽ വ്യാപകമായിട്ട് കേരളത്തിൽ നടക്കുന്നത് നോക്കുകൂലിയാണ്. പണി ചെയ്യുന്നതിന് കിട്ടുന്ന കൂലിയാണ് പണിക്കൂലി. പക്ഷെ പണി ചെയ്യുന്നത് നോക്കി നിൽക്കുന്നതിന് പറയുന്നതാണ് നോക്കുകൂലി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പവന്റെ സ്വർണ്ണമോതിരം പണിയുന്നതിന് പണിക്കൂലിയായിട്ട് പണിക്കാർക്ക് കൊടുക്കുന്ന കൂലി 500 മുതൽ 1000 രൂപ വരെയാണ്. അതേ സമയത്ത് സാധാരണക്കാരന്റെ നിന്നും 1 ലക്ഷം രൂപയുടെ സ്വർണത്തിന് പണിക്കൂലിയായിട്ട് 10% എടുത്താലും 15% എടുത്താലോ 10,000-ഓ 15,000-ഓ 20,000 രൂപ വരെയാണ് പണിക്കൂലിയായിട്ട് ഈടാക്കുന്നത്. അതേസമയത്ത് 5,000 രൂപ എടുക്കുന്നവരുമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ആ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ പണിക്കൂലി എടുക്കുന്ന ആള് യഥാർത്ഥ പണിക്കൂലി കൊടുക്കുന്നത് 500-ഓ 1000 രൂപയാണ്. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്, സ്വർണ്ണ വ്യാപാര രംഗത്ത് പണിക്കൂലിയല്ല നോക്കുകൂലിയാണ്. അതിന് പ്രത്യേകമായിട്ട് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടി വരേണ്ടിയിരുന്നു. നമ്മുടെ സ്വർണ്ണ വ്യാപാര രംഗത്ത് കൃത്യമായൊരു കണക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഒരു കുട്ടയോ വട്ടിയോ ഒരു ഷർട്ടോ ഒരു പാന്റോ തയ്ക്കുന്നതിന് നിശ്ചിതമായ കൂലിയുണ്ട്. ഷർട്ട് തയ്ക്കുന്നതിന് 300 രൂപ 400 രൂപയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടയുണ്ടാക്കുന്നതിന് ഒരു നിശ്ചിത തുകയാണെങ്കിൽ, സ്വർണം പണിയുന്ന ഒരു സ്വർണ്ണ മോതിരം പണിയുന്നതിന് സ്വർണത്തിന്റെ അളവിനനുസരിച്ച് അല്ല സ്വർണത്തിന്റെ വില അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ പണിക്കൂലി എന്നുള്ള നിലയിൽ എന്ന പേരിൽ എടുക്കുന്നത് ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള ഒരു നിക്ഷേപനെ സംബന്ധിച്ചൊരു നല്ല പ്രവണതയല്ല. നേരെ മറിച്ച് പണിക്കൂലി എന്നുള്ള പേരല്ലാതെ മറ്റൊരു പേരാണെങ്കിൽ അതിനെ നമ്മൾ പിന്നെയും വ്യാഖ്യാനിക്കാം. പക്ഷെ പണിക്കൂലി എന്നുള്ള പേരിൽ സ്വർണം വാങ്ങുമ്പോൾ നമുക്ക് അറിയാം, 1 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിയാൽ ഏകദേശം നമ്മൾ 1 ലക്ഷം രൂപയുമായി സ്വർണ്ണാഭരണശാലയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഏകദേശം 76,000 80,000 രൂപയായിരിക്കും, പണിക്കൂലിയും GSTയും കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ഈ 76,000 80,000 രൂപ സ്വർണ്ണവില ഇനിയും ഈ ഉയരങ്ങളിൽ നിന്ന് വീണ്ടും അടുത്ത 10% 20% കയറിയാൽ മിനിമം 4 മുതൽ 5 വർഷം വരെ എടുക്കും നമ്മുടെ മുതൽ തിരിച്ചു കിട്ടാനായിട്ട്. ഇവിടെയാണ് നമ്മൾ സ്വർണം ഒരു നിക്ഷേപം എന്നുള്ള നിലയിൽ സ്വർണ്ണാഭരണങ്ങളെ പരിഗണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം.